ഹലോ, അക്കോ പെറ്റൽസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ചാനലിൽ ഇപ്പോൾ സെയിൽ വീഡിയോ ഒന്നും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നില്ല, ഒരു ഉഷാറില്ല അല്ലേ. ഞാൻ സ്റ്റോക്ക് അധികം എടുക്കാറില്ല കേട്ടോ, കാരണം നമുക്ക് ഒത്തിരി പ്ലാൻസ് പെൻഡിങ് ഓർഡർ അയച്ചു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊരു ലോഡൊക്കെ എടുത്ത് വീഡിയോ ഇടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നാലും അതും പ്രശ്നമാണ്. കാരണം നമ്മുടെ ചാനൽ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ ഇടുന്നത് കുറവാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് പാക്കിങ്ങിൻ്റെ തിരക്കുണ്ട്, അല്ലാണ്ട് മിക്ക സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതായിട്ട് വരാറുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഒത്തിരി സമയം കിട്ടുന്നില്ല, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ബെഡ് റെസ്റ്റ് ആണ്, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം, കാരണം നട്ടലിന് ഫ്രാക്ചറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ബെഡ് റെസ്റ്റ് എടുത്ത് തന്നെ അതൊന്ന് ശരിയാവണം. കാലിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞായിരുന്നു, സർജറി ഉണ്ടായിരുന്നു, 2 സർജറി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ അധികം ഇടാത്തതും പ്ലാൻസ് അധികം കളക്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്താ എന്നെ കാണാത്തതെന്നും ചോദിച്ചും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ സിൽവർ ലൈൻ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാനിവിടെ ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 150 നോർമൽ സൈസ് പ്ലാന്റ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് കാറ്റലോഗിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോസുകൾ കാറ്റലോഗിൽ കാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മദർ പ്ലാന്റ്സ് ഒക്കെ 1-2 ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും ഞാൻ അങ്ങനെ കാറ്റലോഗിൽ ആഡ് ചെയ്യാറില്ല. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചെയ്യാറില്ല, പക്ഷെ നമ്മുടെ ഗാർഡനിൽ അതൊക്കെ സെയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ നോർമൽ സൈസ് പ്ലാന്റ്സും. റോസൊക്കെ നോർമൽ സൈസിൽ ഏതൊക്കെയാണ് അവൈലബിൾ എപ്പോഴും കിട്ടുന്നതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ എന്താണോ വരുന്നത് അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അതിൽ ബോറടിക്കണമെന്നോ അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല. ഞാൻ ഇടയ്ക്കൊക്കെയാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്, അതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു റോസാണ് സിൽവർ ലൈൻ ഡച്ച് റോസ് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡിലുള്ള പൂക്കളാണ് വരുന്നത്. പിന്നെ ഞാൻ പൂക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഒത്തിരി ആളുകൾ റോസിനെ പറ്റി അറിയുന്നവരാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഒന്നും അറിയാതെ ചാനൽ കാണുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്, നടുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിവുള്ളവരും അതൊന്നും ക്ഷമിക്കുക, അറിവില്ലാത്തവർ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരാണ് കേട്ടോ. എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ ഷെയ്ഡിൽ വരുന്ന റോസാണ്, അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ തരുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നോർമൽ സൈസ് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. മദർ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട്. മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തതായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, ഇതാണ് കേട്ടോ. പിന്നെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റേതായ പ്രത്യേകതകളും ആ പ്ലാന്റ്സിനുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമൽ സൈസ് പ്ലാന്റ് മദർ പ്ലാന്റ് രണ്ടിലും ഏതാണ് നല്ലത് അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങി നടാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു അടിപൊളി സുന്ദരി വെറൈറ്റി റോസാണ്, റൊണാൾഡ് റീഗൻ റോസ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ ചില സമയത്ത് നിങ്ങൾക്ക് വീഡിയോ തന്നെ ശ്രദ്ധിച്ചറിയാം, ഞാൻ എല്ലാ വീഡിയോസിലൊന്നും ഈ ഒരു പ്ലാന്റ് ആഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയാറുണ്ട് പ്രീ ഓർഡർ ഉണ്ട് നമുക്ക്. അപ്പോൾ പ്രീ ഓർഡർ ബുക്കിങ്ങിലൊക്കെ വരുന്ന പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള ബിഗ് ഫ്ലവർ തരുന്ന ഒരു റോസാണ്. പിന്നെ ഈ ഒരു റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പടർന്നാണ് ഇവർ പോകുന്നത്. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു റോസാണ്. കാരണം ഇവരൊരിക്കലും നല്ല സ്റ്റഡി ആയിട്ട് നേരെ നിന്ന് വളർന്നു പോകുന്നത് കണ്ടിട്ടില്ല. ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബ്രാഞ്ചസ് പോയേക്കുമാണ്. ഞാനൊരു നല്ല രീതിയിൽ ഇവരെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാ ബ്രാഞ്ചസും കൂടി ഒരു സ്റ്റിക്കിലോട്ട് ഒന്ന് ചുറ്റിക്കെട്ടിയൊക്കെ വേണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ
വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിയ ബഡ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് കളറും, അതുപോലെ തന്നെ ഈ റൊണാൾഡ് റീഗൻ റോസിൽ ഒരു മെറൂൺ, ഒരു വിരിയുമ്പോൾ ഒരു പ്രത്യേക സൈസ് പ്രത്യേക രീതിയിലുള്ളൊരു നിറമാണ് കേട്ടോ. നിങ്ങൾ നോക്കുക, കണ്ടോ. പിന്നെ അത് നമ്മുടെ ഇപ്പോൾ എനിക്കും പലപ്പോഴും അനുഭവപ്പെട്ടേക്കുന്നത്, വേറൊരു സ്ഥലത്തു നിന്ന് നമ്മുടെ സ്ഥലത്തോട്ട് പ്ലാന്റ് വരുമ്പോൾ നമ്മുടെ ഏരിയയിൽ എത്തിക്കഴിയുമ്പോൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വിരിയുന്നത്. അപ്പോൾ ഇവർ ശരിക്കുള്ള കളർ ഇതാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ വിരിയുമ്പോൾ കുറച്ചൊരു പിങ്ക് കലർന്ന രീതിയിലൊക്കെ ആവും. പക്ഷേ അവരത് ഓക്കെ ആവും. ആ ഒരു അന്തരീക്ഷമായിട്ട് ഇണങ്ങി കഴിയുമ്പോൾ അവർ ഓക്കെ ആവും കേട്ടോ. ഞാൻ കുറച്ച് സമയം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു പ്രദേശത്തുള്ള ഒരു കിളികളുടെയൊക്കെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? നല്ല രസമാണ് കേട്ടോ. ഇത് ഒരു വൈകുന്നേര സമയമാണ്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. പക്ഷേ ബാക്കി എല്ലാ ക്ലിപ്പിലും ഉള്ള വോയിസ് ഞാൻ ഒന്ന് കുറച്ച് ഇട്ടേക്കുവാണ്. ഈ ഒരു സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് തോന്നി. കാരണം ഇവിടെ ഒട്ടുമിക്ക സമയത്ത് ഇങ്ങനെയുള്ള നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല രസമുള്ള സൗണ്ടുകളെന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്തു നിന്നുള്ള കിളികളുടെയും അതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പർപ്പിൾ റോസാണ്. നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു റോസാണ് പർപ്പിൾ റോസ്. ഭംഗി പറയാൻ വാക്കുകളില്ല. നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ആ ഒരു ഞാൻ ഇതിപ്പോൾ ഈ പ്ലാന്റ് വെച്ചേക്കുന്നത് എൻ്റെ അമ്മ വീട്ടിലുള്ള ഒരു പറമ്പ്, നിങ്ങൾക്ക് കണ്ടാലറിയാം, കുറച്ച് ഒരു വഴിയിലായിട്ടാണ്, അതായത് അമ്മ വീട്ടിലോട്ടുള്ള വഴിയിലായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ പ്ലാന്റ്സ് ഇരിക്കുമ്പോൾ ഇവർക്ക് നല്ല ഉഷാറാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതിനേക്കാളും ഒരു നല്ല ഉഷാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പർപ്പിൾ റോസിൻ്റെ ആ ഒരു കളറും ഫ്രാഗ്രൻസ്, നല്ല സുഗന്ധമുള്ളൊരു റോസ് വേണമെങ്കിൽ നിങ്ങൾ പർപ്പിൾ റോസ് വാങ്ങണം എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ വാങ്ങിക്കാത്തവർ വാങ്ങുക. പിന്നെ ഒരു കാര്യം, നമുക്കിതിന് 150യുടെ പ്ലാന്റൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 150 വരുന്നത് കുറവാണെന്നല്ല, വരുന്നില്ല. കുറേ പേര് ഓർഡർ ചെയ്തിട്ട് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന് നമ്മുടെ ഗാർഡനിൽ 2-3 പ്ലാന്റ്സൊക്കെ മോശമായിപ്പോയാൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റെഡ് പിനോക്കിയോ റോസ് പകരത്തിന് വേറെ പ്ലാന്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുമ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പർപ്പിൾ റോസ് എപ്പോഴും കിട്ടുന്നുണ്ട്, പക്ഷേ മദർ പ്ലാന്റ്സ് ആണ് വരുന്നത്. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാം. മദർ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കൾ കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പർപ്പിൾ റോസിൽ ബ്ലൂ മൂൺ വെറൈറ്റിയിൽ പെടുന്ന റോസാണ്. പറഞ്ഞല്ലോ, ഫ്രാഗ്രൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഗന്ധമാണ്. എപ്പോഴും ഫ്രാഗ്രൻസ് ഉള്ള റോസുകൾ നമ്മൾ എഡ്വാർഡ് റോസാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ പർപ്പിൾ റോസിന് വേറൊരു സുഗന്ധമാണ്. അതുപോലെ തന്നെ സുഗന്ധമുള്ള ഒരു പ്ലാന്റ് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡബിൾ ഡിലൈറ്റ് കേട്ടോ. ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു സുന്ദരി റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട്. നിങ്ങൾ കാറ്റലോഗ് നോക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്ന പല പ്ലാന്റ്സും കാറ്റലോഗിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് 1-2 പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് ഒരിക്കലും കാറ്റലോഗിൽ ഞാൻ കൊടുക്കില്ല. അങ്ങനെ കൊടുത്താലും സ്റ്റോക്ക് ഔട്ട് പെട്ടെന്ന് ആവുന്നതുകൊണ്ട് ആ കാറ്റലോഗിൽ അത് ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ പ്രീ ഓർഡർ പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. പ്രീ ഓർഡർ വഴി ലഭിക്കുന്ന ഒരുപാട് വെറൈറ്റി ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രീ ഓർഡർ ബുക്ക് ചെയ്തവർക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. കുറച്ച് ലെങ്തി ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കണ്ടാലും മതി. എനിക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് ഓർഡർ തരണം, അങ്ങനെയോ പെട്ടെന്ന് ഓർഡർ തന്ന് അങ്ങനെയുള്ള ഒത്തിരി പ്ലാൻസ് അല്ല. കൂടുതലും പ്രീ ഓർഡർ പ്ലാൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സമാധാനമായിട്ടിരുന്ന് കാണുക. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ. കൂടുതലും വോയിസ് അയക്കാതിരിക്കുക. വോയിസ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവും. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, വാട്സപ്പ് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാം. ഇനി അടുത്തത് ലൂയിസ് ഡി ഫ്യൂണസ് എന്ന് പറയുന്ന ഒരു റോസാണ് കേട്ടോ. അടിപൊളി സുന്ദരി റോസാണ്. ഇതും ഒരു സമയത്ത് നമുക്ക് വന്നപ്പോൾ നല്ല ചാകര പോലെ കിട്ടിയ റോസാണ്. ഞാൻ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കിട്ടാതെ വന്നവരുണ്ട്. അവർക്കും പകരം റോസ് പ്ലാന്റ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലപ്പോഴും വരാറുണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ അങ്ങനെ ഭയങ്കര ഡിമാൻഡുള്ള ആൾക്കാരാണ്. എപ്പോഴും കിട്ടാറില്ല ഇവരെ ഒന്നും. അപ്പോൾ ലൂയിസ് ഡി ഫ്യൂണസ് റോസിൻ്റെ 2-3 പ്ലാന്റ്സ്, മദർ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. പ്രീ ഓർഡർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. റോസിൻ്റെ ഭംഗിയെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. നല്ല ഭംഗിയുള്ള കളറൊക്കെ ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള റോസാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. പ്രീ ഓർഡറും ചെയ്യാം. ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്ലാന്റ് കിട്ടണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മദർ പ്ലാന്റ് ആയതുകൊണ്ട് അധികം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്തിടാം. പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ചെയ്യുന്നവർക്കാണ് ആദ്യം പ്ലാന്റ് കിട്ടുന്നത്. ഈ പ്രീ ഓർഡർ ചെയ്തിടുന്ന പ്ലാന്റ്സ് കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. ഒരു ടൈം നമ്മൾ പറയുന്നുണ്ട് പ്രീ ഓർഡറിന്. കാരണം വളരെ റെയറായിട്ട് കിട്ടുന്ന റോസുകളൊക്കെയാണ് നമ്മൾ ഈ പ്രീ ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാൻ ക്ഷമയുള്ളവരും അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് പിറ്റേ ആഴ്ചയിൽ തന്നെ പ്ലാന്റ് വരാം. അങ്ങനെ കിട്ടുന്നവരും ഉണ്ട്. ഒത്തിരി കാലങ്ങളായിട്ട് പ്ലാന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്തെന്നും പറഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് അങ്ങനെ പോവില്ല. നിങ്ങൾക്ക് ആ പറയുന്ന കാലയളവ് കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യും. ഇനി അതല്ല, പ്ലാന്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഡബിൾ ഡിലൈറ്റ്. ഞാൻ പറഞ്ഞു നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് ഡബിൾ ഡിലൈറ്റ്. നല്ലൊരു കളറാണ് കിട്ടിക്കുന്നത്. ഡബിൾ ഡിലൈറ്റിൽ തന്നെ 2-3 കളേഴ്സ് വരുന്നതുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇതും ബിഗ് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസ് വേണം എന്നുള്ളവർക്ക് ഡബിൾ ഡിലൈറ്റ് ഓർഡർ ചെയ്യാം. കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒത്തിരി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ, നമുക്ക് ഇപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്. ഇനി ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുന്ന ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ ഡിലൈറ്റ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാം. 2 സൈസാണുള്ളത്. മദർ പ്ലാന്റിൽ തന്നെ സ്റ്റാർട്ടിങ് സൈസും ഉണ്ട്, പിന്നെ വലിപ്പമുള്ള പ്ലാന്റും ഉണ്ട്. അപ്പോൾ രണ്ടിനും 2 റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറ്റലോഗിൽ നോക്കുക. കാറ്റലോഗിൽ റോസ് പ്രീ ഓർഡർ അല്ല, റോസ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്ന ഹെഡിങ്ങിന് താഴെ കിടക്കുന്ന പ്ലാന്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. മദർ പ്ലാന്റിൽ തന്നെ സ്റ്റാർട്ടിങ് സൈസിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങേണ്ട ഒരു റോസാണ് ഡബിൾ ഡിലൈറ്റ്. നല്ല നാടൻ റോസാണ്. നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന റോസ്. ഞാൻ കൊടുക്കുന്ന എല്ലാ റോസും നാടൻ ബഡ്ഡിങ്ങിലാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഓൺ റൂട്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഒരു സുന്ദരി റോസാണ്. ഈ ഒരു റോസിന് വേണ്ടി ഒത്തിരി പേര് വഴക്കിട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു റോസാണ് കേട്ടോ. ഇത് വയലറ്റ് റോസിൻ്റെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. വയലറ്റ് റോസ് ആണെങ്കിൽ ഇതിന് പ്രത്യേകിച്ചൊരു പേരുണ്ടോ ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. വളരെ റെയറായിട്ട് എനിക്ക് കിട്ടുന്ന റോസാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലാന്റ് കിട്ടി, ഈ പ്രാവശ്യം എനിക്കൊരു പ്ലാന്റ് കിട്ടി. അപ്പോൾ കഴിഞ്ഞ സ്റ്റോക്കിൽ കിട്ടാതെ പ്രീ ഓർഡർ ചെയ്ത ഒരാൾക്കാണ് ഈ പ്രാവശ്യം ഈ ഒരു പ്ലാന്റ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടിയേക്കുന്നതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് പെട്ടെന്ന് വരുമെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് ഇങ്ങനെ പോവുകയാണ്. ഒത്തിരി മുട്ടുകളും കാര്യങ്ങളുണ്ട്. പിന്നെ വയലറ്റ് റോസിന്റെ പ്രത്യേകത എന്തായാലും കളർ ചേഞ്ച് കാണിക്കും കേട്ടോ. അതായത് ഓൺ റൂട്ട് ആണെങ്കിൽ പോലും നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒന്ന് കളറൊന്ന് ആ ഒരു ഡാർക്ക് വയലറ്റ് ഒന്ന് മാറി ഒന്ന് വിരിയും. പക്ഷെ അത് ശരിയാവും കേട്ടോ. അത് അങ്ങനെ കാണിക്കുന്നതാണ്. എനിക്ക് ഞാൻ ഇനി നാടൻ ബഡ്ഡിങ്ങിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഓൺ റൂട്ട് ഇങ്ങനെ തന്നെയാണ്. അത് ആ ഒരു ക്ലൈമറ്റ് മാറുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. അപ്പോൾ ഈ റോസ് ഒത്തിരി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽ വീഡിയോയിൽ ചോദിച്ചതായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കുറേ ആളുകളൊന്നും പ്രീ ഓർഡർ ചെയ്തില്ല. ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കും എന്നല്ല, പക്ഷേ ആ പ്രീ ഓർഡർ ചെയ്ത ആൾക്ക് പ്ലാന്റ് കിട്ടി. അതുപോലെ ഇനി വരുമ്പോഴും പ്രീ ഓർഡർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കട്ടെ കൊടുക്കുന്നത്. അപ്പോൾ ക്രീപ്പർ വെറൈറ്റിയാണ്. നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ റോസാണ് കേട്ടോ. അതായത് നാടൻ റെഡ് റോസാണ്. റെഡ് റോസിൽ ഒരുപാട് വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് നമുക്ക് നാടൻ വെറൈറ്റിയിൽ നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന റെഡ് റോസും ഉണ്ട്. നല്ലൊരു കളറാണ്. ഞാനപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലൊരു കളറാണ്. എനിക്ക് ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കിട്ടുന്നത്. നേരത്തെ ഞാൻ ഫോണൊന്ന് ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പല റോസുകളും കറക്റ്റ് ഒരു ഫോക്കസ് ആ ഒരു കളർ ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ റെഡ് കളർ കിട്ടിയില്ല. ഞാൻ നേരത്തെ വീഡിയോ എടുക്കുന്ന ഫോണൊന്ന് മാറ്റിയപ്പോൾ പല കളേഴ്സും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റെഡ് കളറ് ഈ കാണുന്നല്ല, കുറച്ചും കൂടി ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റും മദർ പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നാടൻ റെഡ് റോസ് നാടൻ ബഡ്ഡിങ്ങിൽ വരുന്നതാണ്. പിന്നെ നാടൻ ബഡ്ഡിങ്ങിലാണ് ഇതുപോലുള്ള വെറൈറ്റികൾ കിട്ടുന്നത്. മിക്ക റോസുകൾ കാണുമ്പോഴും ഒത്തിരി ആളുകൾ ഓൺ റൂട്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. ഓൺ റൂട്ടിൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നാടൻ ബഡ്ഡിങ് ആണ്. ആ നാടൻ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ മദർ പ്ലാന്റ് ആകുമ്പോൾ ഈ ചെറിയ റോസ് നാടൻ ബഡ്ഡിങ്ങിലൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു കമ്പിൽ ഒരു കമ്പ് ബഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്.
വലിയ പ്ലാന്റ് വരുമ്പോൾ ഈ മദർ പ്ലാന്റ് എന്ന് പറയാൻ കാര്യം ആ ബഡ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ മദർ പ്ലാന്റ് എന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസം. അത് ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ആ ബഡ് നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവും, അതാണ് മദർ പ്ലാന്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി റൂട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതാണ് മദർ പ്ലാന്റിൻ്റെ ഒരു ഗുണം. ഇനി അപ്പോൾ ഈ റെഡ് റോസ് നിങ്ങൾ കണ്ടല്ലോ, നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഇംഗ്ലീഷ് റോസ് ആണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൺ റൂട്ടാണ്, ഇംഗ്ലീഷ് റോസ് ഓൺ റൂട്ടാണ്, ക്ലൈംബിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈംബിംഗ് വെറൈറ്റി ആണ്, കാണാൻ തന്നെ നല്ല ചന്തമാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ സെൻറ്റർ, ആ ഒരു സെൻറ്റർ പോർഷനാണ് നല്ല ഇഷ്ടം. കാരണം ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് അടുക്കടുക്കായിട്ടാണ് ആ പെറ്റൽസ് ഇരിക്കുന്നത്, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബേബി പിങ്ക് കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇംഗ്ലീഷ് റോസ് ഒത്തിരി ഒന്നുമില്ല, ഇത് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒത്തിരി ഒന്നും നമുക്ക് ഇപ്പോൾ കയ്യിലില്ല. ഇത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സെയിലിട്ടായിരുന്നു. ഈ പ്രാവശ്യം 2-3 പ്ലാന്റ് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി പ്ലാന്റ് വന്നപ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സെയിൽ കിട്ടിയ ഒരു പ്ലാന്റ് ആണിത്. ഇത് നേരത്തെയൊക്കെ റെയറായിട്ട് കിട്ടി, പ്രീ ഓർഡർ ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അതിനുശേഷം എനിക്ക് ഒത്തിരി പ്ലാന്റ് കിട്ടുന്നത് ഈ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോ ഇട്ട സമയത്താണ്. ഇപ്പോൾ 2-3 പ്ലാന്റ് അവൈലബിൾ ആണ്, പ്രീ ഓർഡറും ചെയ്യാം. ഈ 2-3 പ്ലാന്റ് എന്ന് പറയാൻ നമുക്ക് പ്ലാൻസ് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രീ ഓർഡർ ചെയ്തവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് 2-3 പ്ലാൻസ് കേട്ടോ. അതാണ് ഇങ്ങനെയുള്ള, അതായത് നമുക്ക് റോസുകളുടെ എണ്ണം കുറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളി റോസാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം, അല്ലാതെ ഓർഡർ ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പറയുന്നതാണ്. ഇനി അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ്. എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പീസ ലവ് പോലെയൊക്കെയുള്ള ഒരു ഓറഞ്ചും യെല്ലോ കളറൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് കൂടിച്ചേർന്ന് വന്നിട്ടുള്ളത്. പക്ഷേ പീസ ലവ് പോലെയുള്ള ആ ഒരു പെറ്റൽസിന് കട്ടി കുറവല്ല, ഇതിന് പെറ്റൽസിന് കട്ടിയുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റും നല്ല ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടി പീസ ലവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തളർന്നാണ് അവർ കിടക്കുന്നത്, അവരുടെ ബ്രാഞ്ചസ് ഒക്കെ. പക്ഷെ ഇവരിത്തിരി സ്റ്റഡി ആയിട്ടാണ്, എന്നാൽ ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന വലിയ ചെടിയായി പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് മദർ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല രസമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇതും നമുക്ക് പ്രീ ഓർഡർ ഉള്ള പ്ലാന്റാണ്, പക്ഷെ ഐഡിയ എനിക്കറിയില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് എല്ലാവരും എൻ്റെ അടുത്ത് ഇടി കൂടുന്ന ഒരു പ്ലാന്റാണ്, ടെക്കിലിയ സൺറൈസ് റോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലവർ വേറെ വീഡിയോസിലൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് തന്നെ കാണിക്കുന്നത്. ടെക്കിലിയ സൺറൈസിൻ്റെ പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. നമുക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ടെക്കിലിയയുടെ പ്ലാൻസ്, മദർ പ്ലാൻസ് കേട്ടോ, ഞാൻ ഈ ടെക്കിലിയയും 150ക്ക് ഇതിന് മുന്നേ 150 180 ഇതിൻ്റെ പ്ലാൻസ് സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടുന്നത് മദർ പ്ലാൻസ് ആണ്. നല്ല ഒരു ഭംഗിയുള്ള റോസാണ് കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ കണ്ടാൽ അറിയാം. ഇതിൻ്റെ നല്ല വലിയ വലിപ്പത്തിൽ പൂവുണ്ടാകുന്ന വലിയ പ്ലാന്റൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത്രയും വലിപ്പത്തിൽ കിട്ടുന്നില്ല. ഈ ഒരു സൈസിലുള്ള മദർ പ്ലാന്റ്സ് ആണ് വരുന്നത്. കുറച്ച് കളർ കൂടുതൽ ഇങ്ങനെയുള്ള ഈ ഒരു ഇപ്പോൾ വരുന്ന പ്ലാന്റ്സിനാണ് കേട്ടോ. ഇവർ കളർ ചേഞ്ച് വരുത്തുന്ന പ്ലാന്റ്, ഒരു റോസ് പ്ലാന്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മെറൂൺ കളർ ചിലപ്പോൾ ചില ഫ്ലവറിൽ അധികം കാണില്ല, കുറച്ച് യെല്ലോ കളറായിരിക്കും കൂടുതൽ കാണുന്നത്. എന്നാൽ അതിൽ വേറെ പൂക്കൾക്ക് ഈ ഒരു കറക്റ്റ് നിറം കിട്ടും. നമ്മൾ DAP പോലുള്ള വളങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ റോസ് പ്ലാന്റ്സിന്, എന്നാൽ നന്നായിട്ട് ഇവർ ഫ്ലവർ തരയും. അതുപോലെ തന്നെ നല്ല രസമായിട്ട് ഇവർ വലിപ്പം വെച്ചിട്ട് നല്ല കളർ തരികയൊക്കെ ചെയ്യും കേട്ടോ ഈ DAP ആഡ് ചെയ്ത. ഒത്തിരി ആളുകൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ DAP തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ടെക്കിലിയ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം, പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇപ്പം ഈ റോസ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പല സൈസിലാണ് കിട്ടുന്നത്. ചെറിയ നോർമൽ സൈസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും സെയിൽ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം നമുക്ക് നോർമൽ സൈസ് അങ്ങനെ കിട്ടുന്നില്ല. ഈ ഒരു മദർ പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെസ്സേജ്, കാരണം ഇതൊന്നും ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ അയച്ചിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും കേട്ടോ. അടുത്തത് നല്ല ഫ്രാഗ്രൻസ് ഉള്ള എഡ്വാർഡ് റോസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള പനനീർ റോസ് വെറൈറ്റിയൊക്കെ ഓൺ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓൺ റൂട്ട് വെച്ചിട്ട്
നന്നായിട്ട് വളർന്നു പോകുന്ന അല്ലാണ്ട് ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺ റൂട്ട് അങ്ങനെ അധികം സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ ഈ റോസ്. കൂടുതലും നാടൻ ബഡ്ഡിങ്, നമ്മുടെ ഗാർഡനിൽ കൂടുതലും നാടൻ ബഡ്ഡിങ് റോസാണ് സെയിൽ ചെയ്യുന്നത്. ഓൺ റൂട്ട് പ്ലാന്റ്സ് എടുക്കാറുണ്ട്. പക്ഷേ എന്താണ് ഈ നാടൻ ബഡ്ഡിങ്ങിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാടൻ ബഡ്ഡിങ്ങിൽ നല്ല വലിയ പ്ലാന്റ്സും ഒത്തിരി മൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നല്ല വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഓൺ റൂട്ട് പ്ലാന്റ്സ് നോക്കുമ്പോൾ ഒറ്റ ഒരു കമ്പിലൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. അതും നമ്മൾ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇലകളൊക്കെ മഞ്ഞച്ച് ഇലകൾ മൊത്തം കൊഴിച്ച് കളയാറുണ്ട്. അപ്പോൾ എനിക്കത് ഒരു അയക്കാനും ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ മദർ പ്ലാന്റ്സ് എപ്പോഴും നാടൻ ബഡ്ഡിങ്ങിൽ എടുക്കുക. നാടൻ ബഡ്ഡിങ് ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കുന്നതും ഫ്ലവർ കുറച്ചും കൂടി പെട്ടെന്ന് ഇടുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നാടൻ ബഡ്ഡിങ്. നിങ്ങൾക്ക് ഓൺ റൂട്ട് വേണമെങ്കിൽ ഓൺ റൂട്ട് നമുക്ക് സെയിലിനുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നാടൻ ബഡ്ഡിങ്ങിലുള്ളതാണ്. ഓൺ റൂട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ മതി. ഓൺ റൂട്ടും നമ്മൾ സെയിലുണ്ട് കേട്ടോ. ഇനി അടുത്തത് റെഡ് പിനോക്കിയോയുടെ മദർ പ്ലാന്റ് ആണ്. റെഡ് പിനോക്കിയോൻ്റെ നല്ല അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഒത്തിരി മൊട്ടും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. നല്ല മെറൂൺ കലർന്ന നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വിരിഞ്ഞാട്ടോ നമ്മുടെ റെഡ് പിനോക്കിയോ ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി പൂക്കളുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്കുണ്ട്. ഒത്തിരി മൊട്ടുകളുള്ളതുണ്ട്. അവരൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ വെയിറ്റ് ചെയ്ത് പൂക്കളൊക്കെ വിരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനിയും നമ്മൾ ലേറ്റ് ആവും, വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് പിനോക്കിയോ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. റെഡ് പിനോക്കിയോ റോസിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് 180 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് നല്ല വലിയ പ്ലാന്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റും CC അടക്കം പറയും. 180 തൊട്ടുള്ള പ്ലാന്റ് ഉണ്ട്. പിന്നെ നോർമൽ സൈസ് ആണെങ്കിൽ വേണ്ടതെങ്കിൽ 150 ആണ് കേട്ടോ നോർമൽ സൈസ് വരുന്നത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് റെഡ് പിനോക്കിയോ റോസിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല റെഡ് ഫ്ലവർ, ഒത്തിരി ഫ്ലവർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ആ ഒരു പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഒത്തിരി ആളുകൾക്ക് റെഡ് പിനോക്കിയോ റോസ് ഇഷ്ടമാണ്, വാങ്ങാറുണ്ട്. പല സൈസിലുള്ളത് വലിയ ട്രീ വരെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വലിയ ട്രീ റോസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മദർ പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്, ട്രീ റോസ് അങ്ങനെ വരുന്നില്ല. ഇനി ഞാൻ കാണിക്കുന്ന പ്രീ ഓർഡറിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ബക്കാറ റോസ് ആണ് ഇത്. പക്ഷേ റെഡ് കളറിലാണല്ലേ കാണുന്നത്. നിങ്ങൾക്കറിയാലോ, ബ്ലാക്ക് റോസ് ഒക്കെ ആദ്യം ഒരു റെഡ് കളറിൽ വന്നിട്ടാണ് പിന്നെയാണ് അവരുടെ ഒരു ബ്ലാക്ക് കളർ കയറി വരുന്നത്. താഴെ 2 ഫ്ലവർ ഉണ്ട്. ഇവർക്ക് ബഡായിരിക്കുമ്പോൾ തന്നെ ബ്ലാക്ക് കളർ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ നേരത്തെ കണ്ട ഫ്ലവർ ഇതുപോലെ ബ്ലാക്ക് കളറിലോട്ട് കയറി വരും. അപ്പം ഇത് നമുക്ക് പ്രീ ഓർഡർ പ്ലാന്റ് ആണ്. കുറച്ച് റെയറാണ്. എനിക്ക് ബ്ലാക്ക് ബക്കാറ റോസ് കിട്ടുന്നത് കുറച്ച് റെയറായിട്ടാണ് കേട്ടോ മദർ പ്ലാന്റ്സ് കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. അടുത്തത് പീസ ലവ് ആണ്. പീസ ലവിൻ്റെയൊക്കെ നല്ല ബുഷി പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അതുപോലെ ഒത്തിരി മുട്ടുകളൊക്കെ ഉണ്ട് പീസ ലവിൽ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. എല്ലാ പ്ലാന്റ്സും കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. ചില സ്ക്രീൻഷോട്ടിലൊന്നും പ്ലാന്റ് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഫ്ലവർ കാണുന്നില്ല. പ്ലാന്റ് എല്ലാം നമുക്ക് ഫ്ലവറാണ് കാണേണ്ടത്, എന്നാലാണ് അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കൂടുതലും അങ്ങനെ ഫ്ലവർ കാണിച്ചല്ല, അല്ലാണ്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെയാണ് അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. നല്ല ഭംഗിയുള്ള പീസ ലവ് റോസാണ് നിങ്ങളീ കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന നമ്മുടെ അഭിസാരിക റോസ് ആട്ടോ. ഇന്ത്യൻ വെറൈറ്റി ആണ്, നല്ല ഡിമാൻഡുള്ള റോസാണ് കേട്ടോ. അപ്പോൾ അഭിസാരിക റോസിൽ ഇത് കൊഴിയാറായ ഫ്ലവറാണ്. അതാണ് ഒരു നിങ്ങൾക്ക് വിരിഞ്ഞ് വരുന്ന ഒരു ഫ്ലവർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കളർ കാണിക്കായിരുന്നു. ഇവിടെ ഒരു മുട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു മുട്ടുണ്ട്. യെല്ലോ കളറിൽ, യെല്ലോ ഫ്ലവറിൽ ഒരു റെഡ് സ്ട്രൈപ്സ് ആണ് ഇതിൽ വരുന്നത് ശരിക്കും. പിന്നെ അത് പൂവ് കൊഴിയാറാകുമ്പോൾ അതൊരു പിങ്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യുന്ന പോലെ തോന്നും. കണ്ടോ, ഇതാണ് നമ്മുടെ അഭിസാരിക റോസ്. നല്ല ഭംഗിയുള്ള റോസ് പ്ലാന്റ് ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ഗാർഡനിൽ ഫസ്റ്റ് വന്ന ഒരു അഭിസാരിക റോസ് ആണ് കേട്ടോ. ഇതിപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ ഇത് നമുക്ക് സെയിലിനുള്ളതല്ല, ഇത് പ്രീ ഓർഡർ ബുക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ വരുമ്പോൾ തന്നെ വേണമെങ്കിൽ, വെറൈറ്റി ഒക്കെ വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്തിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും റോസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ സ്റ്റോക്കുള്ള റോസുകൾ മിക്കതും സ്റ്റോക്കുള്ളതാണ്. നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. അപ്പോൾ
ഒത്തിരി പ്ലാൻസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പാക്കിങ്ങിൻ്റേതായ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളി ലോഡൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതൊക്കെ കുറവാണ്. അപ്പോൾ ചാനൽ റെക്കമെൻഡേഷൻ വരുന്നതൊക്കെ നിങ്ങൾക്കും കുറവായിരിക്കും. അപ്പോൾ നിങ്ങളിടയ്ക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.